സവാരിഗിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഷോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു സ്റ്റാറിനെ നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഒരു മോട്ടിവേഷൻ. പറഞ്ഞ എല്ലാ കഥകളും കുറിക്കുള്ള കഥകളായിരുന്നു. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചങ്കില തട്ടിയിട്ടാ. കാരണം ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അന്തലാപ്പായിരിക്കും അല്ലേ? എല്ലാ ഭാര്യമാരും അങ്ങനെ ആവാൻ സാധ്യത ഇല്ലായിരിക്കും അല്ലേ? ചിലത് കുഴപ്പമില്ലായിരിക്കുമല്ലോ. ഒരാളിലേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ പിന്നെ പ്രണയിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അച്ഛൻ പ്രണയിച്ചിട്ടില്ലായിരിക്കാം, അച്ഛൻ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ കഥകളേ ഉള്ളൂ അച്ഛൻ്റെ. ഇത് സ്റ്റോക്കാണല്ലോ അച്ഛൻ. പക്ഷേ പ്രണയിച്ച് വിവാഹം കഴിച്ചായിരുന്നു നമ്മൾ ഇങ്ങനത്തെ കഥ സൂക്ഷിച്ചു വെക്കൂല്ല, പേടിയല്ലേ? അല്ല, നമുക്കറിയാം ഈ ആത്മീയ രംഗത്ത് നമുക്ക് ഇത്രയും പേര് ശുശ്രൂഷ നൽകുന്നൊരു അച്ഛൻ ഇത്രയും വലിയൊരു കൊമേഡിയനായത് വലിയൊരു കാര്യമാണ്. അച്ഛൻ ഈ അനുഭവങ്ങൾ ഈ അച്ഛന് ഈ പകർന്ന് തരുന്നതാണോ ആൾക്കാരാരെങ്കിലും? ഇത് നമ്മൾ ഷെയറിങ്ങിൽ കേൾക്കുന്നതും പിന്നെ വായിക്കുന്നതും പിന്നെ എൻ്റെ അഡീഷണൽ മസാല ഇടുന്നു. പക്ഷെ ആ മസാലക്കൂട്ടിലാണ് കാര്യം ഇരിക്കണത്. അച്ഛാ, ആ ഇടയ്ക്കിടുന്ന മസാലയുടെ പൊടിക്ക് നമ്മുടെ പിള്ളേർക്ക് അച്ഛൻ കൊടുക്കണം. അനുഗ്രഹിച്ചങ്ങ് നൽകി കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ തകർത്തോളും. അപ്പൊ എന്തായാലും സവാരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയുടെ ഒരു മൊമെന്റം അച്ഛനുണ്ട്. ഞങ്ങളൊരു സ്നേഹ സമ്മാനം. ശ്രദ്ധിക്കുക, നമ്മുടെ ആരാ ഇവിടെ നിൽക്കണമെന്നറിയാം. അപ്പൊ അതൊക്കെ മേലെ വേണം കേട്ടോ. ഓക്കെ. അച്ഛാ, ഇന്നത്തെ കാലത്തൊരു ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ചർച്ചയുണ്ട്, 90 കിഡ്സ് 80 കിഡ്സ്. അപ്പം നമ്മളെയൊക്കെ ഇപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. എന്താണ് പിന്നെ 60 കിഡ്സിന് പറയുന്നത്? 60 കിഡ്സിന് പറയാനുള്ളത് ഇവിടെ ആരും ഇല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു സമയത്തൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഏജുള്ള ആൾക്കാരെന്നെ തന്ത വൈബ് എന്നൊക്കെ വിളിച്ച് കളിയാക്കണം. അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ അച്ഛാ? ഞാൻ കേൾക്കാതെ പറയുന്നത് കാണും, എനിക്കറിയത്തില്ല. അച്ഛനിപ്പോഴും ചൂക്കൊക്കെ ഇടാം. അതെ, അച്ഛനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖമാണ് അച്ഛൻ. അപ്പൊ എന്തായാലും അച്ഛനത് കേട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇതൊന്ന് കേട്ടു നോക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇത്രയും നേരത്തെ കോമഡിയും അച്ഛൻ്റെ പ്രസംഗം എല്ലാം കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് എന്നാൽ ഞാൻ ഇപ്പോൾ കൊന്നുതരാം. വല്ലട്ടെ, സോറി, തുടങ്ങട്ടെ. എൻ്റെ പേര് നവീൻ, പാലക്കാട് നിന്ന് വരുന്നു. ഒരു 19 വർഷം മുമ്പ് 20 വയസ്സായി. എൻ്റെ വയസ്സ് കൂട്ടി പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ വേണം കൂട്ടുക കുണിക്കുക എന്തെങ്കിലും ചെയ്ത് കണ്ടുപിടിച്ചോ, അതെൻ്റെ വിഷയം. ഞാനൊരു 80 കിഡാണ്. അത് തന്നെയാണ് എൻ്റെ വിഷയം, ദ 80 കിഡ്സ്. ഞങ്ങൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രധാന കാരണം, പണ്ട് ഓർക്കൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഈ ഓർക്കൂട്ട് ആദ്യമായി വന്ന സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, കമ്പ്യൂട്ടർ പോലും അറിയില്ല. ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച പതുക്കെ ഓർക്കൂട്ടിൽ കയറി തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കായി. എന്നാൽ ഫേസ്ബുക്കിൽ പതുക്കെ നോണ്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമായി. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ആവാന്ന് പറഞ്ഞപ്പോൾ കണ്ണും പിടിക്കണ്ടായി. എങ്ങനെ അപ്ഡേഷൻ വരാനത്? പിന്നെന്താണെന്ന് വെച്ചാൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കും. ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്യണമെന്നറിയോ? അറിയോ? എന്താ? പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കാം. അതിനുള്ള ബോധം എനിക്കില്ല. ചിത്രം നോക്കുക എന്നുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം പണ്ട് പലർക്കും അറിയാം, പണ്ട് മറ്റേ ഇംഗ്ലീഷ് ബുക്കൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മറച്ചു നോക്കൂലേ വെറുതെ ചിത്രമൊക്കെ. ആ ബുക്കല്ല, പഠിക്കാനുള്ള ബുക്ക് ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ അതേപോലെ ഇതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിനെ നെഗറ്റീവ് എടുത്തു. ഇങ്ങനെ 80 കിഡ്സിന് മൊത്തത്തിലുള്ള നെഗറ്റീവ് ഇമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ 2K കിഡ്സ് 90 കിഡ്സിനെ തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കണ കാണാം. 90 കിഡ്സ് 2K കിഡ്സിനെ കണ്ണാപ്പികൾ എന്ന് പറഞ്ഞ് കളിയാക്കണ കാണാം. ഞങ്ങളെവിടാ? ഞങ്ങൾ മൺമറഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ജീവനോട് ഇരിക്കണ്ടേ, ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് പറയുക. അങ്ങനെ ഒരുത്തനോട് പറഞ്ഞപ്പോൾ അവൻ പറയാണ് 80ൻ്റെ വസന്തം അങ്ങോട്ട് മിണ്ടാണ്ട് മാറിയിരിക്കും. ഈ യുവത്വം എന്ന് പറഞ്ഞാൽ സാധാരണ എത്ര വയസ്സ് വരെയാണ്? ഒരു 25 വയസ്സ് വരെ. ആലോചിക്കണ്ട, കിളവന്മാരാണ്, പോട്ടെ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ ഈ യുവത്വം ഒരു 40 വയസ്സാക്കി തന്ന നന്നായി. കാരണം എനിക്കിപ്പോൾ 40 ആവാറായി. അങ്ങനെ ഒരുത്തം പോലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലാന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. എന്നെപ്പോലെ കുറേ തെണ്ടിത്തിരിഞ്ഞ് നടക്കണ കുറച്ച് 80s കിഡ്സ്, അതായത് എൻ്റെ കൂട്ടുകാർ, കൂടെ പഠിച്ചവന്മാർ, ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് ഞങ്ങളുടെ സ്വർഗ്ഗമാണെന്ന്. അങ്ങനെ ഞാനൊരു പേരിട്ടു, സ്വർഗ്ഗവാതിൽ. സ്വർഗ്ഗവാതിൽ തുറന്നു വെച്ചു. വാതിൽ ആദ്യം വന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ പഠിച്ച ഒരുത്തൻ്റെ ചരമവാർത്ത. അപ്പോൾ അതിനടന്ന് കൂട്ടി അങ്ങനെ ഗ്രൂപ്പ് വിളിച്ചു വെച്ചു. ഒരുത്തൻ ചത്ത് കിടക്കുമ്പോഴാണോ സഹിച്ചോട്ടെ ഇങ്ങനെ ചിരിക്കണേ? അത് പോട്ടെ. പിന്നെ നേരിട്ട് നമുക്ക്
കൂടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തു. സാധാരണ ഗെറ്റ് ടുഗദറിന് എന്തൊക്കെ ഉണ്ടാവുക? എന്താണ് വേണ്ടത് ഗെറ്റ് ടുഗദറിന് പ്രധാനമായിട്ട്? പൂർവ്വ വിദ്യാർത്ഥികൾ. എടാ വേറെ കുറച്ച് സാധനം വേണം. ഫുഡ്. ആ, തീറ്റം കുടിയും. വെരി ഗുഡ്. പിന്നെ പാട്ട്, ഡാൻസ്, ഇതൊക്കെയല്ലേ ഉണ്ടാവുക. ഞാൻ ഗെറ്റ് ടുഗദറിന് പോയി. അവിടെ ഞാൻ കണ്ടത് ഒരു മെഡിക്കൽ ക്യാമ്പും ആയുർവേദിക് ഫാർമസിയുടെ ഒരു സ്റ്റാളും ഈ പിണ്ണതയിലും തന്നന്തരം കിട്ടില്ലേ ഈ സാധനം. ആ മെഡിക്കൽ ക്യാമ്പിൽ പോയതുകൊണ്ട് എനിക്ക് ആകെ കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒഫീഷ്യൽ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനി ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് വളാന്ന് വായിട്ടടിച്ചാൽ ഷുഗർ കയറി ഞാൻ തല കറങ്ങി വീണ് മരിക്കും. ഇത് നിങ്ങൾക്ക് കാണണം. നീ 90 കിട്ടല്ലടാ. ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് വരാം. താങ്ക് യു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നവീന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ആ ചിരിയല്ല ഇവിടെ വേണ്ടത്, ഞങ്ങളാ ചിരിക്കേണ്ടത്. നന്നായിരുന്നു, ഗംഭീരായിരുന്നു, അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീർന്നെങ്കിലും ഉണ്ടല്ലോ, വളരെ നല്ല തമാശകളുണ്ടായിരുന്നു, ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ പൊട്ടിച്ചിരിച്ച്, എന്നെ ട്രോൾ എപ്പോഴും ഞാൻ പൊട്ടിച്ചിരിച്ച്. ഗംഭീരായിരുന്നു. കെട്ടിപ്പൂട്ടിയ 8ഓളം ഗ്രൂപ്പുണ്ട് എനിക്ക്. എല്ലാം പൂർവ്വ വിദ്യാർത്ഥികളാ, പക്ഷെ എല്ലാം അപൂർവമായിട്ട് നിൽക്കും. അപ്പൊ എന്തായാലും അച്ഛാ നവീൻ നന്നായിരിക്കുന്നു. നല്ല അവതരണം, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഓരോ കാലങ്ങളിൽ 80കളിലെ കിഡ്സ്, 90കളിലെ കിഡ്സ്, അവരുടെ ഒന്നും വർത്തമാനവും രീതിയല്ല ഇപ്പം പുതിയ തലമുറ വരുമ്പോൾ. ഒരു കുട്ടി ഓടി വരുന്നു, സിറ്റി പോയിട്ട്. ഒരു ചേട്ടൻ ചോദിച്ചു, നീ എന്നാടാ വായു ഗുളിക മേടിക്കാൻ പോയിട്ട് വരുവാണ്? പഴയൊരു ചോദ്യം. നല്ല ചേട്ടാ, മേടിച്ച ഗുളിക കൊടുക്കാൻ പോവാ. എന്താ രീതി എന്നറിയാൻ പറ്റുമല്ല. ഞാൻ കണ്ടു ഒരാളുടെ കൊച്ചുമകൻ പറഞ്ഞു, അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അവൻ പറഞ്ഞു, ഞാൻ ക്ലാസ്സിലെ ലിസിമോളെ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, 5 വയസ്സ് ഇങ്ങനെയാണ് പറയുന്നത്. ചെവിയെ പിടിച്ചു, അരയ്ക്കൊണ്ട് ഒരു കെട്ടും കേട്ടു. അപ്പം കരച്ചിൽ കൂടിയപ്പം അപ്പൻ ആശുപത്രിയാൻ പറഞ്ഞു, വളർന്നു വരട്ടെ മോനെ, നമുക്ക് കെട്ടാം. നമുക്കല്ല, ഞാനാ കെട്ടാൻ പറഞ്ഞു. അങ്ങനെ അടിപൊളിയായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ് പാലക്കാട് ഷാജുണ്ട് ഇങ്ങനെ കുറേ പാലക്കാട് തമാശകളായിട്ട് ഒരുപാട് ചിരിപ്പിക്കാറുണ്ട്. ഷാജുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഒരു കൊമേഡിയൻ അല്ല, പക്ഷേ ആൾ ചിരിപ്പിക്കും. അതുപോലെയാണ് SIയുടെ മുഖം വെച്ച് നവീൻ നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. അപ്പൊ അച്ഛനാണ് ഇത്രയും നേരം ഞങ്ങൾ ഈ മാർക്കിന്റെ കാര്യത്തിൽ അച്ഛനാണ് ഒരു ഡിസിഷൻ. അപ്പൊ അച്ഛൻ തന്നെ പറയാം.